ഇത്രയേറെ UDF അനുകൂല തരംഗം ഇടതുമുന്നണി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇത് സ്വയം വിമർശനം നടത്തേണ്ട സമയമാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതിനെ തുടർന്നുണ്ടായ തരംഗമാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ സംഭവിച്ചത് എന്താണ്? ജനകീയരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പരാജയപ്പെട്ടത് ഇടതിന് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. പ്രത്യേകിച്ച് CPM-ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കനൽ ഒരു തരി മതിയെന്ന് ട്രോൾ വന്നു തുടങ്ങി. 20 മണ്ഡലങ്ങളിൽ 18 UDF സ്വന്തമാക്കി. ആലപ്പുഴ തിരിച്ചുപിടിച്ചപ്പോൾ തൃശൂർ കൈവിട്ടത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുകയാണ്. പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നതിനെ തുടർന്നെടുത്ത മികച്ച രാഷ്ട്രീയ അടവു നയമാണ് വടകരയിൽ നിന്നും K മുരളീധരനെ തൃശൂരിലെത്തിച്ചതിലൂടെ നടത്തിയതെന്നാണ് വിലയിരുത്തിയിരുന്നത്. എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പാലം വലിച്ചവരുണ്ടെന്ന് വോട്ടെടുപ്പിന് ശേഷം K മുരളീധരൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ഈ തീരുമാനം വഴിയൊരുക്കിയോ എന്ന് കോൺഗ്രസ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ കണ്ണൂരിൽ നടത്തിയ തേരോട്ടം CPM-ന് തിരിച്ചടിയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുൾപ്പെടെയുണ്ടായ വോട്ട് ചോർച്ച ഞെട്ടിപ്പിക്കുന്നതാണ്. സുധാകരൻ പരാജയപ്പെട്ടേക്കാമെന്ന് UDF നേതൃത്വം പോലും സംശയിച്ച സാഹചര്യത്തിലാണ് വൻ ഭൂരിപക്ഷത്തിലെ വിജയം. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ നിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കാനായതാണ് ഇത്തവണ ഇടതിൻ്റെ ഏക നേട്ടം.